ഇനി 16,100 ഭാഗ്യവതികളായ ആ ഭക്തകളെ ഭഗവാൻ സ്വീകരിച്ചു. അതെങ്ങനെയാണ്? അവരൊക്കെ നരകാസുരൻ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകാസുരൻ്റെ ജയിലിലിട്ടിട്ട് ദ്രോഹിക്കുകയായിരുന്നു. നരകാസുരൻ മഹാഭീകരനായിരുന്നു. ഭൂമിയെ മാത്രമല്ല, ദേവലോകത്തെ, സ്വർഗത്തെ, ദേവന്മാരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആൾ. ആരാണ് നരകാസുരൻ എന്ന് വെച്ചാൽ രസമാണ്. ഭഗവാന് തന്നെ ഭൂമിയിലുണ്ടായ മകനാണ്. വരാഹാവതാരം ഉണ്ടായല്ലോ ഭഗവാൻ വരാഹാവതാരം എടുത്തപ്പോൾ വിഷ്ണുപത്നിയല്ലേ, വിഷ്ണുവാണല്ലോ വരാഹായി വന്നത്. വിഷ്ണുവിൻ്റെ പത്നിയാണല്ലോ ഭൂമിദേവി. ഒരു ഭഗവതി ലക്ഷ്മീദേവി, ഒരു ഭഗത്ത് ഭൂമിദേവി. ആ ഭൂമിദേവിയിലുണ്ടായ മകനാണ് ഈ നരകാസുരൻ. പക്ഷെ മഹാദുഷ്ടനായിപ്പോയി. നരകാസുരനുമായി പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ നരകാസുരൻ്റെ അസ്ത്രമേറ്റ് ശ്രീകൃഷ്ണൻ കുറച്ചു നേരം ബോധം കെട്ടതുപോലെ കിടന്നു. ബോധം കെട്ടതല്ല, അഭിനയ കിടന്നു. ആ സമയം നോക്കി കൃഷ്ണനെ കൊല്ലാൻ വന്നു. ആ സമയത്ത് തൻ്റെ നാഥൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യഭാമ ആയുധമെടുത്തുകൊണ്ട് നിൻ്റെ കഥ ഞാൻ കഴിച്ചിട്ടേ ഇരിക്കുള്ളൂ ഇപ്പം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനോട് യുദ്ധം ചെയ്തു. തൻ്റെ മാനം കാത്ത ആ കൃഷ്ണൻ സർവേശ്വരനാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ദേവസൈന്യത്തോടുകൂടി ഇന്ദ്രൻ കൃഷ്ണനോട് യുദ്ധത്തിന് വന്നപ്പോഴോ അത്രയുണ്ട് നന്ദി. ഇതല്ലേ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം. നമുക്ക് എത്ര തന്നെ ഉപകാരം ചെയ്ത ആളായാലും ഒരിക്കൽ ഉടക്കിയാൽ കഴിഞ്ഞു കഥ, പിന്നെ ശത്രുവായില്ലേ.